ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് ആൻഡ് റിമോട്ട് ഇൻവോക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ്, റിമോട്ട് പ്രൊസീജിയർ കോൾ, ഇവൻറ്റ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ ആൻഡ് ജാവ RMI എന്നിങ്ങനെയുള്ള ഈ കൺസെപ്റ്റ്സിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്സ് ആണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. പ്രോഗ്രാമിംഗ് മോഡൽസ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാംസ് ഓർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഗ്രാംസ് ഓർ ആപ്ലിക്കേഷൻസ് അതിനകത്ത് ഒരുപാട് കോഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാംസ് റൺ ചെയ്യുന്നുണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോസസ്സുകളിലായിട്ട്. അപ്പോൾ ഈ ഓരോ പ്രോസസ്സുകൾ, അതായത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് അവിടെ ഉണ്ടാവും പല ലൊക്കേഷനുകളായിട്ട്. ഈ കമ്പ്യൂട്ടറുകളിൽ ഓരോന്നിലും ഓരോരോ പ്രോസസ്സുകളുണ്ട്. ആ പല പ്രോസസ്സുകളും പല പ്രോഗ്രാംസുകളെ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകളാണ്. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമുകളെ, ഇതെന്ന് പറയുമ്പോൾ ഈ പ്രോഗ്രാം പല പ്രോസസ്സുകളിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ എന്തെങ്കിലും ഓപ്പറേഷൻസ് വേണ്ടി ഇവ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 3 ഓപ്പറേഷൻസ് ആണ് RPC, RMI, EBP. RPC എന്ന് പറയുമ്പോൾ ഇവിടെ ക്ലയൻറ്റ് പ്രോഗ്രാംസ് സെർവർ പ്രോഗ്രാമിലുള്ള പ്രൊസീജിയേഴ്സിനെ കോൾ ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി ഒരു റിമോട്ട് കമ്പ്യൂട്ടറിൽ ആയിരിക്കും ഇത് റൺ ചെയ്യുന്നത്. ഇതൊരു നമ്മൾ പറയുന്ന പ്രൊസീജിയർ കോളില്ലേ, അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. കാരണം പ്രൊസീജിയർ കോൾ എന്ന് പറയുമ്പോൾ സാധാരണ പ്രൊസീജിയർ കോൾ എങ്ങനെയാണ്, നമ്മുടെ സിസ്റ്റത്തിലുള്ള നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള പ്രോഗ്രാമുകളിലെ ഉള്ള പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ കോൾ ചെയ്യുന്നത്. ഇതെന്ന് പറയുമ്പോൾ റിമോട്ട് ആയിരിക്കുന്ന പ്രൊസീജിയേഴ്സ്, വേറെ ഒരു ലൊക്കേഷൻ ഇരിക്കുന്ന സെർവർ പ്രോഗ്രാമിലെ പ്രൊസീജിയറാണ് റിമോട്ട്ലി ഈ ക്ലയൻറ്റ് പ്രോഗ്രാം ഇവിടെ കോൾ ചെയ്യുന്നത്. അടുത്തതാണ് RMI, റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ. ഇതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മോഡലിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണെന്ന് പറയാം. ഇത് റിമോട്ടിലുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൽ കുറേ ഒബ്ജക്ട്സ് കാണും. അപ്പോൾ ഒരു ലോക്കൽ മെത്തേഡ് അല്ലെങ്കിൽ ഒരു ലോക്കൽ ഒബ്ജക്റ്റ് കൊണ്ട് ഈ റിമോട്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന പ്രോസസ്സിലെ ഒബ്ജക്ട്സിനെ ഇൻവോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യാൻ അലൗ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് മോഡലാണ് RMI. അത് ഉദാഹരണമാണ് ജാവ RMI എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് RPCയുടെ തന്നെ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് വേർഷൻ ആണെന്ന് പറയാം. അടുത്തതാണ് EBP, ഇവന്റ് ബേസ്ഡ് പ്രോഗ്രാമിംഗ് മോഡൽ. ഇതെന്ന് പറയുമ്പോൾ EBP മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പം 2 ഒബ്ജക്റ്റുകളുണ്ട്. ഇവ രണ്ടും ഓരോരോ റിമോട്ട് ലൊക്കേഷൻ നിൽക്കുകയാണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ് വന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് ലഭിക്കുന്നു. അപ്പോൾ എപ്പോഴാണ് ലഭിക്കുന്ന ഈ ഒബ്ജക്റ്റിന് ഈ പറയുന്ന ആ നോട്ടിഫിക്കേഷൻ ആദ്യം വന്ന ഉണ്ടായ ഒബ്ജക്റ്റിലെ ആ ഒബ്ജക്റ്റിൽ അങ്ങനെ നോട്ടിഫിക്കേഷൻ വേണമെന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് എവിടെ നിന്നാലും നോട്ടിഫിക്കേഷൻ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് ജിനി EBP, അതായത് A എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ്, B എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വേറെ എണ്ണം. അപ്പോൾ A എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്താൽ നോട്ടിഫിക്കേഷൻ വേണമെന്ന് ഈ B എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, A എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഒരു സ്ഥലത്ത് നിൽക്കുവാണ്, B എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് എവിടെ വേണമെങ്കിലും ആകാം. അപ്പോൾ A എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ഒരു ഇവൻറ്റ് വന്നാൽ അത് വന്നു എന്നുള്ള നോട്ടിഫിക്കേഷൻ B എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൽ വരും. അതാണ് EBP. അടുത്ത് നമുക്ക് മിഡിൽ വെയർ എന്താണെന്ന് നോക്കാം. അപ്പം ഒരു സ്യൂട്ട് ഓഫ് API സോഫ്റ്റ്വെയർസ് അത് പ്രോസസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസിനെ ഉപയോഗിക്കുന്നു. ഒരു ഹയർ ലെവൽ അബ്സ്ട്രാക്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, such as remote invocation and events. ഈ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ അബ്സ്ട്രാക്ഷൻ ഒക്കെ ഇല്ലേ, ഇതെന്ന് പറയുന്നത് റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോക്കോളിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളടുത്ത് ഡിസ്കസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ മിഡിൽ വെയർ എന്ന് പറയുന്നത് ലൊക്കേഷൻ ട്രാൻസ്പെറൻസി, പ്രോട്ടോകോൾ അബ്സ്ട്രാക്ഷൻ, OS ആൻഡ് ഹാർഡ്വെയർ ഇൻഡിപെൻഡൻസ് ആൻഡ് മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ അതിൻ്റെ
ഒരു ഫിഗർ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? കുറേ ആപ്ലിക്കേഷൻസും ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും ഉണ്ട്. അപ്പോൾ അതിന് ഇടയ്ക്കായിട്ട് 3 കമ്പോണൻസ് ഉണ്ട്: RMI, RPC ആൻഡ് ഇവൻറ്റ്സ്, റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോകോൾ, എക്സ്റ്റേണൽ ഡാറ്റ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഈ 3 കമ്പോണൻസ് നമുക്ക് മിഡിൽ വെയർ ലെയേഴ്സ് എന്ന് വിളിക്കാം. അപ്പോൾ മിഡിൽ വെയറിൻ്റെ ജോലികൾ എന്ന് പറഞ്ഞാൽ ലൊക്കേഷൻ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യുക, അതുപോലെ തന്നെ ഈ OS, ഹാർഡ്വെയർ, കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് ഇവയൊക്കെ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു ഇൻഡിപെൻഡൻസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയായിരിക്കും മിഡിൽ വെയർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ലൊക്കേഷൻ ട്രാൻസ്പെറൻസിയിൽ ഉൾപ്പെടുന്നതാണ് RPC, RMI, EBP. ഇനി പ്രോട്ടോകോൾ ട്രാൻസ്പെറൻസി. അപ്പോൾ ഈ പ്രോട്ടോകോൾ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ഈ മിഡിൽ വെയർ അബ്സ്ട്രാക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാൻസ്പോർട്ട് പ്രോട്ടോകോൾസിനായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ഇപ്പോൾ റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോകോൾ ഇതെന്ന് പറയുന്ന TCP UDPയുടെ ടോപ്പ് ഓഫ് ലോവർ ലെവലിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ RPC, RMI, EBP ഇതെല്ലാം ഈ പാരഡിഗംസ് എല്ലാം OS പ്ലാറ്റ്ഫോമിൻ്റെ ടോപ്പിലായിട്ടാണ് റൺ ചെയ്യുന്നത്. ഇനി ഹാർഡ്വെയർ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പം ഇവിടെ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡേറ്റ റെപ്രസെൻറ്റേഷൻസ്, കൺവേർഷൻസ്, ഇൻസ്ട്രക്ഷൻ സെറ്റ് ഇതിൽ വരുന്ന ഇഷ്യൂസൊക്കെ ഇവിടെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഈ മോഡേൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓരോ പ്രോഗ്രാമിനെയും ഓരോ മോഡ്യൂൾസ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ഒരു മോഡലിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് അത് പ്രൊസീജിയേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നു, പ്രൊസീജിയേഴ്സ് ആൻഡ് വേരിയബിൾ സ്പെസിഫൈ ചെയ്യുന്നു. അത് നമുക്ക് മറ്റൊരു വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാനും പറ്റും. അപ്പം ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ മോഡ്യൂൾസ് ഒക്കെ ഇല്ലേ, അതിൻ്റെ ഡീറ്റെയിൽസ് ഹൈഡ് ചെയ്യാൻ ഈ ഇൻ്റർഫേസസിന് പറ്റും. റിമോട്ട് ഒബ്ജക്റ്റ് ഇൻ്റർഫേസസ് ഇവിടെ എന്തൊക്കെയാണ്? സെപ്പറേറ്റ് പ്രോസസ്സുകളിലാണ് ഈ മോഡ്യൂൾസ് റൺ ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് ആയിട്ടാണ് മോഡ്യൂൾ വേരിയബിൾസിനെ ആക്സസ് ചെയ്യുന്നത്. പാരാമീറ്റേഴ്സ് നമ്മളിവിടെ പാസ് ചെയ്യുന്നത് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ റിഫറൻസ് എന്ന മെക്കാനിസത്തിലൂടെയാണ്. നമ്മൾ ലോക്കൽ പ്രൊസീജിയർ കോളൊന്നും ഇവിടെ സ്യൂട്ടബിൾ ആയിട്ട് വരത്തില്ല. ഈ കോളർ എന്ന് പറയുന്ന ഡിഫറെൻറ്റ് പ്രോസസ്സിലാണ് ഉള്ളതെങ്കിൽ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ പാരാമീറ്റേഴ്സിനെ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ആയിട്ടാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇൻപുട്ട് പാരാമീറ്റേഴ്സ് എല്ലാം റിമോട്ട് മോഡ്യൂളിലേക്ക് പാസ് ചെയ്യുന്നു ബൈ സെൻഡിങ് വാല്യൂസ് ഓഫ് ദി ആർഗ്യുമെൻറ്റ്സ് ഇൻ റിക്വസ്റ്റ് മെസ്സേജിൽ വാല്യൂസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് പാസ് ചെയ്യുന്നതിലൂടെ. ഇനി ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ് എന്ന് പറയുമ്പോഴോ അത് റിപ്ലൈ മെസ്സേജസിനെ അത് റിട്ടേൺ ചെയ്യുന്നു. ഇത് കോളിംഗ് എൻവയോൺമെൻറ്റിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾസിനെ ഇത് റീപ്ലേസ് ചെയ്യുന്നു. RPC സർവീസ് ഇൻ്റർഫേസ് ഇത് വിച്ച് വിൽ സ്പെസിഫൈസ് ദ പ്രൊസീജിയേഴ്സ് ഓഫേർഡ് ബൈ സെർവർ. ഇത് സെർവർ ഓഫർ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് സ്പെസിഫൈ ചെയ്യുന്നു സർവീസ് ഇൻ്റർഫേസ്. അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആർഗ്യുമെൻറ്റ്സിനെ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്നു. RMI ഇതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് മോഡലാണ്. RMI റിമോട്ട് ഇൻ്റർഫേസ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു പ്രോസസ്സ് അതിനെ ഇൻവോക്ക് ചെയ്യാൻ നേരത്ത് ഉള്ള, അതായത് മറ്റൊരു പ്രോസസ്സിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, റിമോട്ട് ലൊക്കേഷനിലൊരു പ്രോസസ്സ് ആവാം. ആ ഒബ്ജക്റ്റിനെ ഇൻവോക്ക് ചെയ്യാനുള്ള ആ ഒബ്ജക്റ്റിൻ്റെ മെത്തേഡ് സ്പെസിഫൈ ചെയ്യുന്നു. അതുപോലെ ഇവിടെയും ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള ഇൻ്റർഫേസുകളാണ് പറയുന്നത്. RPC ആണെങ്കിൽ സർവീസ് ഇൻ്റർഫേസ് ആണ് അവിടെ അവർ യൂസ് ചെയ്യുന്നത്. RMI ആണെങ്കിൽ റിമോട്ട് ഇൻ്റർഫേസ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അടുത്തത് എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ആർഗ്യുമെൻറ്റ്സിൻ്റെ ടൈപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നു. ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് ഒബ്ജക്ട്സിനെ പാസ് ചെയ്യാം. റിമോട്ട് ഒബ്ജക്റ്റിനെ പറ്റിയുള്ള റിഫറൻസും ഇവിടെ പാസ് ചെയ്യാം.
ഇവിടെ പോയിന്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അത് സ്പെസിഫിക് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസിനൊക്കെ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി RMA മെക്കാനിസം എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലാംഗ്വേജുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ജാവ RMA. അപ്പം ഡിസ്ട്രിബ്യൂട്ടഡ് ആപ്ലിക്കേഷൻസിൻ്റെ എല്ലാ പാർട്ടും അപ്പം അതേ സെയിം ലാംഗ്വേജ് തന്നെ റൈറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കൺവീനിയൻ്റ് ആണ്. അപ്പോൾ എല്ലാ പ്രോഗ്രാമറും ഒരു സിംഗിൾ ലാംഗ്വേജ് യൂസ് ചെയ്താൽ മതി ലോക്കൽ ആൻഡ് റിമോട്ട് ഇൻവോക്കേഷൻസിന്. പക്ഷേ പല യൂസ്ഫുൾ സർവീസുകളും C++ അല്ലെങ്കിൽ മറ്റ് പല ലാംഗ്വേജുകളിൽ എഴുതിയവയുണ്ട്. അപ്പോൾ ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജസ് ഇത് എന്ത് സഹായിക്കുന്നു? അതായത് വ്യത്യസ്ത ലാംഗ്വേജുകളിലാണ് ഓരോ ഒബ്ജക്റ്റും എഴുതിയിരിക്കുന്നതെങ്കിൽ അവയെ പരസ്പരം ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് ഉപയോഗിക്കുന്നു. അപ്പം ഇൻപുട്ട്, ഔട്ട്പുട്ട്, ടൈപ്സ് ഇങ്ങനെയുള്ള ഇൻ്റർഫേസിൻ്റെ നൊട്ടേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഒബ്ജക്റ്റ് മോഡൽ. ഒബ്ജക്റ്റ് മോഡലിലെ ഒരു കൺസെപ്റ്റാണ് ഒബ്ജക്ട്സ്. അപ്പോൾ ക്ലാസ്സസിലാണ് ഈ ഒബ്ജക്ട്സ് ഉള്ളത്. ഇത് മെത്തേഡ്സിനെയും ഡേറ്റ വേരിയബിൾസിനെയും എൻകാപ്സുലേറ്റ് ചെയ്യുന്നു. ഇത് സം വേരിയബിൾസ്, ചില വേരിയബിൾസ് നമുക്ക് അത് ഡയറക്റ്റ്ലി അക്സസിബിൾ ആണ്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്നതിലൂടെയാണ്. അതുപോലെ റിസൾട്ട് നമുക്ക് ഈ ഒബ്ജക്റ്റ് ഇൻവോക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ട് ലഭിക്കാം. ഇനി ഒബ്ജക്റ്റ് റിഫറൻസസ്. ഒബ്ജക്റ്റ് നമുക്ക് റിഫറൻസസിലൂടെ ആക്സസ് ചെയ്യാം. അപ്പം ടാർഗറ്റ് ഒരു റിസീവർ ഒബ്ജക്റ്റ് നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു റിഫറൻസ് മെത്തേഡ് നെയിം ഉണ്ടായിരിക്കണം. റിഫറൻസസിന് നമുക്ക് ഒരു ആർഗ്യുമെന്റ്സ് ആയിട്ട് പാസ് ചെയ്യുകയും ചെയ്യാം. അടുത്തതാണ് ഇന്റർഫേസ്. ഇത് ഒരു സെറ്റ് ഓഫ് ഒബ്ജക്ട്സിന്റെ സിഗ്നേച്ചേഴ്സിന്റെ ഡെഫിനിഷൻ ഇത് പ്രൊവൈഡ് ചെയ്യുന്നു. ആർഗ്യുമെന്റ് ടൈപ്പ്, റിട്ടേൺ വാല്യൂസ്, എക്സെപ്ഷൻസ്. ഒരു ക്ലാസ് പലതരത്തിലുള്ള ഇന്റർഫേസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഇന്റർഫേസ് നമുക്ക് ക്ലാസ്സിലും ഇംപ്ലിമെന്റ് ചെയ്യാം. ആക്ഷൻസ്, എഫക്റ്റ് ഓഫ് മെത്തേഡ് ഇൻവോക്കേഷൻ. റിസീവറിന്റെ സ്റ്റേറ്റ് ഇവിടെ ചേഞ്ച് ആകാം. ന്യൂ ഒബ്ജക്ട്സ് ഇവിടെ ഇൻസ്റ്റൻഷിയേറ്റ് ആവാം. പിന്നെ കൂടുതലായിട്ടുള്ള ഇൻവോക്കേഷൻസ്, ഇനി ഇൻവോക്കേഷൻസ് നടക്കാം. എക്സെപ്ഷൻസ്, അപ്പോൾ എറർ കണ്ടീഷൻസ് ഡീൽ ചെയ്യാനുള്ള ഒരു ക്ലീൻ വേ ആണ് എക്സെപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിത്തൗട്ട് കോംപ്ലിക്കേറ്റിംഗ് ദ കോഡ് ത്രോൺ ആൻഡ് ക്യാച്ച്. ഗാർബേജ് കളക്ഷൻ, ഫ്രീഡ് ആയിട്ടുള്ള ഒബ്ജക്ട് സ്പേസ് റിക്ലെയിം ചെയ്യാൻ വേണ്ടിയാണ് ഗാർബേജ് കളക്ഷൻ ഉപയോഗിക്കുന്നത്. ജാവയിൽ ഇത് ഓട്ടോമാറ്റിക് ആണ്, C++ൽ യൂസേഴ്സ് അപ്ലൈഡ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ്, ഇവിടെ ഓരോ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വേരിയബിൾസിന്റെ കറണ്ട് വാല്യൂസ് ആയിരിക്കും. സ്റ്റേറ്റ് ഓഫ് പ്രോഗ്രാം, ഇവിടെ ഈ പ്രോഗ്രാമിനെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാമിന്റെ പാർട്ടിനെ പല പാർട്ടുകളായിട്ട് ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ പാർട്ടും ഒരു ഒബ്ജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോക്കലി പാർട്ടീഷൻ എന്ന് പറയാം. അപ്പോൾ ആസ് എ നാച്ചുറൽ എക്സ്റ്റൻഷൻസ് ഇപ്പം പല ഒബ്ജക്റ്റുകളും ഫിസിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കില്ല, പല പ്രോസസ്സുകളിലായിട്ടും പല കമ്പ്യൂട്ടറുകളായിട്ടും ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റ് മോഡൽ അവിടെ അപ്രോപ്രിയേറ്റ് ആണ്. അപ്പോൾ ഈ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചേഴ്സിൽ ഈ ഒബ്ജക്ട്സ് എല്ലാം മാനേജ് ചെയ്യുന്ന സെർവേഴ്സ് ആണ്. ക്ലയൻറ്റ് മെത്തേഡ്സിനെ ഇൻവോക്ക് ചെയ്യുന്നു റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിട്ട്. ഇനി RMAയിൽ ഒരു റിക്വസ്റ്റ് ഒരു മെസ്സേജിന്റെ രൂപത്തിൽ സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നു. സെർവർ എക്സിക്യൂട്ട് ചെയ്യുന്നു. സെർവർ റിസൾട്ട് ക്ലയന്റിന് മെസ്സേജിന്റെ രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്നു. പിന്നെ അവിടെ വേറെ പല ആർക്കിടെക്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ ഓരോ പ്രോസസ്സുകൾക്കും ഓരോ ഡിസ്ട്രിബ്യൂട്ടഡ്, അതായത് ഓരോ പ്രോസസ്സുകളിലും ഓരോ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് ഉണ്ട്. ഇത് എൻകാപ്സുലേഷൻ എൻഫോഴ്സ് ചെയ്യുന്നു. അതായത് ആ ഒബ്ജക്റ്റിന്റെ സ്റ്റേറ്റ് ആ ഒബ്ജക്റ്റിലെ മെത്തേഡ്സിന് മാത്രമേ ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓതറൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് മാത്രമേ ഇവിടെ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ടു ആക്ട് ഓൺ സ്റ്റേറ്റ്.
ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ കൺഗ്രന്റ് ആക്സസ് ചെയ്യാൻ ഇത് ഹാൻഡിൽ ചെയ്യും. അതുപോലെ ഡിഫറെൻറ്റ് ഡേറ്റ ഫോർമാറ്റ്സ് ചിലപ്പം ഡിഫറെൻറ്റ് സൈസിൽ ഉപയോഗിക്കും. അപ്പോൾ ഈ ഹെട്രോജീനിറ്റിയൊക്കെ ഇത് അലൗ ചെയ്യും. ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സിൻ്റെ ഫീച്ചേഴ്സ്. ഇനി അടുത്തായി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് മോഡൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ഈ സാധാരണയുള്ള ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റ് മോഡലില്ലേ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഇപ്പം ഈ ലോക്കൽ മെത്തേഡ് ഇൻവോക്കേഷൻ ഇല്ലേ, അതിനെ എക്സ്റ്റെൻഡ് ചെയ്താണ് RMI ആക്കിയത്. അപ്പോൾ RMI എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്രോസസ്സുകളിലുള്ള ഒബ്ജക്ട്സിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ RMI യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ സെയിം കമ്പ്യൂട്ടറിലാണ് പ്രോസസ്സ് എങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിലാണ് പ്രോസസ്സ് എങ്കിൽ അപ്പോഴും നമുക്ക് ഒബ്ജക്ട്സിനെ RMI ഉപയോഗിച്ചിട്ട് ഇൻവോക്ക് ചെയ്യാം. അപ്പോൾ സെയിം പ്രോസസ്സിലാണ് ഇൻവോക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് ലോക്കലാണെന്ന് പറയാം. ഓരോ പ്രോസസ്സിൻ്റെ അകത്തും ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ ചിലതൊക്കെ നമുക്ക് റിമോട്ട് ഇൻവോക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് റിസീവ് ചെയ്യാം, ചിലതൊക്കെ ലോക്കൽ ഇൻവോക്കേഷൻസ് ഉപയോഗിച്ചിട്ട് റിസീവ് ചെയ്യാം. അപ്പോൾ റിമോട്ട് ഇൻവോക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റുകളെ നമുക്ക് റിമോട്ട് ഒബ്ജക്ട്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഒബ്ജക്ട്സിന് റിമോട്ട് നിൽക്കുന്ന ഒബ്ജക്റ്റിൻ്റെ റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസ് അറിഞ്ഞിരിക്കണം. അതിനെ ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മെത്തേഡ്സിനെയും, അതായത് ഒരു പ്രോസസ്സിലല്ലേ ആ റിമോട്ട് ലൊക്കേഷനിൽ ഇരിക്കുന്ന ഒബ്ജക്റ്റ് ഒരു പ്രോസസ്സിലുള്ള അല്ലേ ഉള്ളത്. അപ്പോൾ അതിലെ മെത്തേഡ്സ് ഇൻവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസ് അത് അറിഞ്ഞിരിക്കണം. അപ്പം റിമോട്ട് ഇൻ്റർഫേസ് സ്പെസിഫൈ ചെയ്യുന്നത് ഏത് മെത്തേഡാണ് റിമോട്ട്ലി ഇൻവോക്ക് ചെയ്യേണ്ടതെന്നാണ്. ഈ ഫിഗറിൽ കണ്ടില്ലേ, ABCDEF, ഇത് ഓരോന്നും ഓരോ ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ ഇവിടെ റിമോട്ട് ഇൻവോക്കേഷൻസ് ലഭിക്കുന്ന സർവീസ് ഒബ്ജക്റ്റുകളില്ലേ, ഇവയെ നമുക്ക് റിമോട്ട് ഒബ്ജക്ട്സ് എന്ന് വിളിക്കാം. ഇപ്പം B, F, അവിടെയൊക്കെ റിമോട്ട് ഇൻവോക്കേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് റിഫറൻസ് ഇത്തരത്തിലുള്ള ഇൻവോക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ Cക്ക് ഈയുടെ റിഫറൻസ് ആയാലും മതി ഫോർ ലോക്കൽ ഇൻവോക്കേഷൻ, പക്ഷേ Bക്ക് ഏസ് റിഫറൻസ് വേണം റിമോട്ട് ഇൻവോക്കേഷൻസിന്. അതുപോലെ B ആൻഡ് Fന് ഒരു റിമോട്ട് ഇൻ്റർഫേസും ഇവിടെ ആവശ്യമുണ്ട്. B ആൻഡ് Fന്, കാരണം അത് മറ്റൊരു കമ്പ്യൂട്ടറിലാണല്ലോ ഇരിക്കുന്നത്. Aയും Bയും ആണെങ്കിലും ഇപ്പം BCDയും F ആണെങ്കിലും, അപ്പോൾ അവിടെ അതിനിടക്കായിട്ട് റിമോട്ട് ഇൻ്റർഫേസിൻ്റെ ആവശ്യം അവിടെ ഉണ്ട്. റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസസ്, ഓരോ റിമോട്ട് ഒബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു യുണീക്ക് ഐഡൻറ്റിഫയർ ആണ് ഈ റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസസ് എന്ന് പറയുന്നത്. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൽ ത്രൂ ഔട്ട് ആയിട്ടുണ്ട്. റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസ് എന്ന് പറയുമ്പം ഇതെന്ന് പറയുന്നത് ഒരു ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം, അല്ലെങ്കിൽ RMI റിസൾട്ട്സ് ആയിട്ട്. റിമോട്ട് ഇൻ്റർഫേസസ്, റിമോട്ട് ഒബ്ജക്ട്സിലെ ക്ലാസ് ഈ റിമോട്ട് ഇൻ്റർഫേസിലുള്ള മെത്തേഡ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ജാവയിൽ പബ്ലിക് ഇൻസ്റ്റൻസ് മെത്തേഡ്സ് പോലെ. ലോക്കൽ ഒബ്ജക്ട്സ് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിന്? ഇൻ്റർഫേസിലുള്ള മെത്തേഡ്സിനെ പ്ലസ് റിമോട്ട് ഒബ്ജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത മെത്തേഡ്സിനെ. ലോക്കൽ ആക്ടിവേഷൻസും റിമോട്ട് ഇൻവോക്കേഷൻസും ഈ ഡിഫറെൻറ്റ് പ്രോസസ് ഓർ കമ്പ്യൂട്ടേഴ്സിൽ ചെയിൻ ആയിട്ട് കിടക്കുകയാണ്. റിമോട്ട് ഇൻവോക്കേഷൻസ് RMI ഇൻ്റർഫേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസ് ഉപയോഗിച്ച്. അപ്പോൾ ഈ ചെയിനിങ്ങിന് ഉദാഹരണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗറിലുണ്ടല്ലോ, Aക്ക് ഇപ്പം റിമോട്ടിലുള്ള Fയിലേക്ക് എത്തണമെങ്കിലൊക്കെ ഒബ്ജക്റ്റ് റിഫറൻസ് വേണമെന്ന് A receive remote object reference of object F from object B. B എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ റിഫറൻസ് F എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ നിന്ന് വാങ്ങിക്കുമെന്ന്. അടുത്തതാണ് ഡിസ്ട്രിബ്യൂട്ട് ഗാർബേജ് കളക്ഷൻ. ഇതെന്ന് പറയുന്നത് ലോക്കൽ കളക്ടേഴ്സിൻ്റെയും ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള റെഫറൻസ് മോഡലിൻ്റെയും കോർപ്പറേഷനിലൂടെയാണ് ഇത് അച്ചീവ് ചെയ്യുന്നത്.
ഇത് ഈ ഒബ്ജക്റ്റ് റിഫറൻസ് കൗണ്ടിങ്ങിൻ്റെ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യുന്നു. അടുത്തതാണ് എക്സെപ്ഷൻസ്. ഇവിടെ വരാനുള്ള പോസിബിൾ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ റിമോട്ട് പ്രോസസ് എപ്പോഴും ബിസി ആകാം, ഡെഡ് ആവാം, സസ്പെൻഡഡ് ടു റിപ്ലൈ ആകാം, അല്ലെങ്കിൽ ലോസ്റ്റ് റിപ്ലൈ ആകാം. ഇവിടെ ടൈം ഔട്ട് അല്ലെങ്കിൽ റീട്രൈ ഒക്കെ ആവശ്യമായിട്ട് വരുന്നു ഇൻ എക്സെപ്ഷൻ ഹാൻഡ്ലർ ഇംപ്ലിമെൻറ്റഡ് ബൈ ദി ഇൻവോക്കർ ഓർ ക്ലയൻറ്റ്. ഇവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സെപ്ഷൻസ് റൈസ് ആകാം. യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സെപ്ഷൻസും ഇവിടെ ചെയ്യാം. ഇനി RMIയുടെ ഡിസൈൻ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചോയ്സ് ഓഫ് ഇൻവോക്കേഷൻ സെമാൻറ്റിക്സ്, അതുപോലെ തന്നെ ലെവൽ ഓഫ് ട്രാൻസ്പെറൻസി, അതും RMIക്ക് വേണ്ട ഒരു ഘടകമാണ്. ലോക്കൽ ഇൻവോക്കേഷൻ സെമാൻറ്റിക്സ്, ഇവിടെ എങ്ങനെയാണ് എല്ലാ മെത്തേഡും ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും. RMI ഇൻവോക്കേഷൻ സെമാൻറ്റിക്സ് ഇവിടെ നിന്ന് പറയുമ്പം റിമോട്ട് മെത്തേഡ് ഒന്നെങ്കിൽ ഒരു പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയില്ല. മേ ബി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺസ് എന്ന് പറയുമ്പോൾ ഇൻവോക്കർ ഒരു റിസൾട്ട് റിസീവ് ചെയ്യും. ഇവിടെ ഇൻവോക്കറിന് അറിയാം മെസ്സേജ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എക്സിക്യൂട്ട് ചെയ്തെന്ന്, അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ അത് ഇൻഫോം ചെയ്യും ഒരു റിസൾട്ടും ഇവിടെ റിസീവ് ചെയ്തില്ലെന്ന്. അറ്റ്മോസ്റ്റ് വൺ, ഇവിടെ ഇൻവോക്കർ ഒരു റിസൾട്ട് റിസീവ് ചെയ്യുന്നു. ഇതിനകത്ത് ഇൻവോക്കറിനറിയാം ഇവിടെ ഈ മെത്തേഡ് ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ എക്സെപ്ഷൻസ് ഇൻഫോം ചെയ്യും ഒരു റിസൾട്ടും ഇവിടെ ഇവിടുന്ന് റിസീവ് ചെയ്തില്ലെന്ന്. അല്ലെങ്കിൽ ഏത് കേസിലാണ് ഈ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തത്, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ വർക്ക് ചെയ്യാതെ, നോട്ട് ഇറ്റ് ഓൾ. അപ്പോൾ RMI ഇൻവോക്കേഷൻ സെമാൻറ്റിക്സ് ആണ് മേ ബി, അറ്റ്ലീസ്റ്റ് വൺസ്, അറ്റ്മോസ്റ്റ് വൺസ് എന്നൊക്കെ പറയുന്നത്. ഈ റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോക്കോൾ ഡിഫറെൻറ്റ് ചോയ്സസ് ഓഫ് ഡെലിവറി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. റിട്രൈ റിക്വസ്റ്റ് മെസ്സേജ്, ഇത് റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു അണ്ടിൽ ദ റിപ്ലൈ ഈസ് റിസീവ്ഡ് ഓർ ഓൺ സെർവർ ഫെയിലുവർ. ഡ്യൂപ്ലിക്കേറ്റ് മെസ്സേജ് ഫിൽട്ടറിങ്, ഇത് സെർവറിലുള്ള ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഡിസ്കാർഡ് ചെയ്യുന്നു. റീട്രാൻസ്മിഷൻ ഓഫ് റിസൾട്ട്സ്, സെർവറിലുള്ള ബഫർ റിസൾട്ട് മെസ്സേജസ് അതിനെ റീട്രാൻസ്മിഷൻ ചെയ്യുന്നു. ഇത് റീഡോ ഓഫ് റിക്വസ്റ്റ് അവോയ്ഡ് ചെയ്യുന്നു. ഇൻഡംപൊട്ടഡ് ഓപ്പറേഷൻസ്, ഇത് റിപ്പീറ്റഡ്ലി പെർഫോം ചെയ്യുന്നു വിത്ത് സെയിം എഫക്റ്റ്, അതായത് ഇത് ഒരു പ്രാവശ്യമേ പെർഫോം ചെയ്തുള്ളൂ എന്നുള്ള രീതിയിൽ. ക്ലയൻറ്റ് സെർവർ, അവിടെ കണ്ട ഡു ഓപ്പറേഷൻ, അതിനുവേണ്ടി ഒരു റിക്വസ്റ്റ് സെർവറിൽ കൊടുക്കുന്നു. സെർവർ അവിടെ ഗെറ്റ് റിക്വസ്റ്റ്, സെലക്ട് ഒബ്ജക്റ്റ്, എക്സിക്യൂട്ട്, അങ്ങനെ മെത്തേഡ് റിസൾട്ട് കിട്ടി അതിന് റിപ്ലൈ മെസ്സേജായിട്ട് ക്ലയൻറ്റിന് കൊടുക്കുന്നു. അപ്പം നമ്മൾ കുറേ സെമാൻറ്റിക്സ് ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലേ, മേ ബി, അറ്റ്ലീസ്റ്റ് വൺസ്, അറ്റ്മോസ്റ്റ് വൺസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഇൻവോക്കേഷൻ സെമാൻറ്റിക്സ് ഫെയിലുവർ മോഡലിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ മേ ബി, അറ്റ്ലീസ്റ്റ് വൺസ്, അറ്റ്മോസ്റ്റ് വൺസ് ഇവയെല്ലാം ക്രാഷ് ഫെയിലുവേഴ്സ് സഫർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എപ്പോഴാണ്? വെൻ ഈ സെർവറിൻ്റെ അകത്തുള്ള റിമോട്ട് ഒബ്ജക്റ്റ് ഫെയിൽ ആകുമ്പോൾ. മേ ബി എന്ന് പറയുമ്പോൾ എന്താ, ഒന്നെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയില്ല. ഒരു ഇഫ് നോ റിപ്ലൈ, അങ്ങനെയാണെങ്കിൽ ആ ക്ലയൻറ്റിന് ഒരിക്കലും അറിയാൻ പറ്റുകയില്ല ആ മെത്തേഡ് അവിടെ എക്സിക്യൂട്ട് ചെയ്തോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇവിടെ ഇൻവോക്കേഷൻ അല്ലെങ്കിൽ റിസൾട്ട് മെസ്സേജ് ലോസ്റ്റ് ആവുകയാണെങ്കിൽ ഇവിടെ ഒമിഷൻ ഫെയിൽവേഴ്സ് ഉണ്ടാകാം. അടുത്ത അറ്റ്ലീസ്റ്റ് വൺസ്, ഇവിടെ ഒരു ക്ലയൻറ്റിന് ഒരു റിസൾട്ട് ലഭിക്കുന്നു ആൻഡ് ദ മെത്തേഡ് വാസ് എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ് ഓർ ആൻ എക്സെപ്ഷൻ. ആർബിട്രറി ഫെയിലുവേഴ്സ്, ഇവിടെ ഇൻവോക്കേഷൻ മെസ്സേജിനെ റീട്രാൻസ്മിറ്റ് ചെയ്യുന്നു. റിമോട്ട് ഒബ്ജക്റ്റിനെ മെത്തേഡിൽ ഒന്നോ അതിൽ കൂടുതലോ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതിലോടുകൂടി റോങ് വാല്യൂസ് സ്റ്റോർ ചെയ്യുകയും റിട്ടേൺ ആവുകയും ചെയ്യുന്നു. ഐഡംപൊട്ടഡ് ഓപ്പറേഷൻസ് ആർ യൂസ്ഡ്,
അങ്ങനെയാണെങ്കിൽ ആർബിട്രറി ഫെയിലുവേഴ്സ് ഒക്കർ ആവുകയില്ല. അറ്റ് മോസ്റ്റ് വൺസ് ഇവിടെ ക്ലയൻറ്റിന് റിസൾട്ട് ലഭിക്കുന്നു അല്ലെങ്കിൽ ഒരു എക്സെപ്ഷൻ ലഭിക്കുന്നു. ഇൻ ദാറ്റ് കേസ് ദ മെത്തേഡ് വിൽ ബി എക്സിക്യൂട്ടഡ് വൺസ് ഓർ നോട്ട് അറ്റ് ഓൾ. ജാവ RMA ആണ് ഉദാഹരണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് RMA. അപ്പോൾ ഇവിടെ ഇവർ ഉപയോഗിക്കുന്ന പ്രോട്ടോക്കോളാണ് റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോക്കോൾ. അപ്പോൾ ഇവിടെ ഒരു റിമോട്ട് റിഫറൻസ് മോഡ്യൂൾ ഉണ്ട്. ഇത് ലോക്കൽ ആൻഡ് റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു പരസ്പരം. ഇവിടെ ഇവരൊരു റിമോട്ട് ഒബ്ജക്റ്റ് ടേബിൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ക്ലയൻറ്റ് സൈഡിലാണെങ്കിൽ ഓരോ പ്രോക്സിക്കും ഓരോ എൻട്രി ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഓരോ ലോക്കൽ ഒബ്ജക്റ്റിനെയും റിഫർ ചെയ്യുന്നു. അപ്പോൾ ഒരു റിപ്ലൈ മെസ്സേജ് അവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ലോക്കൽ ഒബ്ജക്റ്റ് റിഫറൻസിൽ ഇതിലാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്നത്. ഇനിയിപ്പോൾ സെർവർ സൈഡ് ആണെങ്കിലോ അവിടെ ഓരോ റിമോട്ട് ഒബ്ജക്റ്റിനും ഒരു എൻട്രി ഉണ്ട്. ഇത് ലോക്കൽ ഒബ്ജക്റ്റ് റിഫറൻസിനെ റിഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു റിക്വസ്റ്റ് മെസ്സേജ് വരുമ്പം ഈ ലോക്കൽ ഒബ്ജക്റ്റ് റിഫറൻസിലാണ് ഇത് ആദ്യം തിരക്കുന്നത്. അടുത്തത് സെർവൻറ്റ്. റിമോട്ട് ഇൻ്റർഫേസിലെ മെത്തേഡ്സ്. ഇതിനെ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, വിച്ച് ഇവഞ്ച്വലി ഹാൻഡിൽസ് ദ റിമോട്ട് റിക്വസ്റ്റ്. RMI സോഫ്റ്റ്വെയർ. RMI സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ലെയർ ഓഫ് സോഫ്റ്റ്വെയർ ആണ്. ഇത് ആപ്ലിക്കേഷൻ ലെവലും കമ്മ്യൂണിക്കേഷൻ ആൻഡ് റിമോട്ട് റിഫറൻസ് മോഡലിനും ഇടയിലായിട്ട് ഇതുണ്ട്. ഇനി പ്രോക്സി ഇതെന്ന് പറയുന്നത് ഒരു ലോക്കൽ ക്ലയൻറ്റ് സൈഡിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇത് റെപ്രസെൻറ്റേറ്റീവ് ഓഫ് റിമോട്ട് അല്ലെങ്കിൽ സെർവർ സൈഡ് ഒബ്ജക്ട്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ പ്രോക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് റിമോട്ട് ഒബ്ജക്റ്റിൽ ഇതുണ്ടാവും. ഇത് റിമോട്ട് ഇൻ്റർഫേസിലെ മെത്തേഡ്സ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു ഇൻ ഡിഫറെൻറ്റ് വേ. അപ്പോൾ ഇവിടെ എന്ത് നടക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ക്ലയൻറ്റും സെർവറും ഉണ്ടെങ്കിൽ ക്ലയൻറ്റ് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കണമെങ്കിൽ ആ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് ഫസ്റ്റ് മാർഷൽ ചെയ്യും. പക്ഷെ കവർ ചെയ്ത് അയക്കും, സെൻഡ് ചെയ്യും, എന്നിട്ട് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പോൾ സെർവർ സൈഡിൽ എന്താ സംഭവിക്കുന്ന, അവിടെ ആ റിപ്ലൈ അൺമാർഷൽ ചെയ്യും, എന്നിട്ട് ഇൻവോക്കറിൻ്റെ അടുത്തേക്ക് അത് റിട്ടേൺ ചെയ്യും. ഇനി ഡിസ്പാച്ചർ എന്ന് പറയുമ്പോൾ എന്താ, ഓരോ റിമോട്ട് ഒരു ക്ലാസ്സിലെ ഓരോ റിമോട്ട് ഒബ്ജക്റ്റിനും ഈ ഡിസ്പാച്ചർ ഉണ്ടായിരിക്കും. ഒരു റിക്വസ്റ്റ് റിസീവ് ചെയ്യാൻ നേരത്ത് ഇത് സ്കെൽട്ടനിലുള്ള മാച്ചിങ് മെത്തേഡിനെ സെലക്ട് ചെയ്യുന്നു. സ്കെൽട്ടൻ ഓരോ ക്ലാസ്സിലെ ഓരോ റിമോട്ട് ഒബ്ജക്റ്റുകൾക്കും ഒരു സ്കെൽട്ടൻ ഉണ്ട്. അപ്പോൾ ഇത് റിമോട്ട് ഇൻ്റർഫേസിൽ ഈ മെത്തേഡ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, ബട്ട് ഇൻ ഡിഫറെൻറ്റ് വേ. ഇവിടെ എങ്ങനെ സംഭവിക്കുന്ന, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ക്ലയൻറ്റ് സൈഡിൽ നിന്ന് മാർഷൽ ചെയ്ത് റിക്വസ്റ്റ് അയച്ചെന്ന്. അപ്പോൾ സ്കെൽട്ടനിൽ എത്തുമ്പോൾ അവിടെ സംഭവിക്കും, ആ മാർഷൽ റിക്വസ്റ്റിന് പിന്നെ അൺമാർഷൽ ചെയ്യും, സെർവൻറ്റിനെ ഇൻവോക്ക് ചെയ്യും, റിസൾട്ടിന് വേണ്ടി അവൈറ്റ് ചെയ്യും, പിന്നെ ആ റിപ്ലൈ നമ്മൾ റിസൾട്ട് കിട്ടി ആ റിപ്ലൈ മാർഷൽ ചെയ്യും, എന്നിട്ട് തിരിച്ച് സെൻഡ് ചെയ്യും. അതാണ് സ്കെൽട്ടൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫിഗറിലെ പ്രോക്സി കണ്ട, ഇത് RMAനെ ക്ലയൻറ്റ് മുന്നിൽ ട്രാൻസ്പെറൻ്റ് ആക്കുന്നു. ക്ലാസ് ഇംപ്ലിമെൻറ്റ്സ് റിമോട്ട് ഇൻ്റർഫേസ്. റിക്വസ്റ്റിനെ മാർഷൽ ചെയ്യുന്നു, റിസൾട്ട്സിനെ അൺമാർഷൽ ചെയ്യുന്നു, റിക്വസ്റ്റിനെ ഫോർവേഡ് ചെയ്യുന്നു. ഈ സ്കെൽട്ടൻ അതിൻ്റെ റോൾ എന്താണ്, ഇത് റിമോട്ട് ഇൻ്റർഫേസിലെ മെത്തേഡ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു, റിക്വസ്റ്റിനെ അൺമാർഷൽ ചെയ്യുന്നു, റിസൾട്ട്സിനെ മാർഷൽ ചെയ്യുന്നു, റിമോട്ട് ഒബ്ജക്റ്റിലെ മെത്തേഡിനെ ഇൻവോക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് സ്കെൽട്ടൻ്റെ ജോലി. അടുത്തൊരു കൺസെപ്റ്റാണ് ബൈൻഡർ. അപ്പോൾ ഓരോ ക്ലയൻറ്റ് പ്രോഗ്രാമിനും ഒരു റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസിനെ ഒബ്റ്റെയിൻ ചെയ്യാൻ ഒരു വേ വേണം. ബൈൻഡർ എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് സർവീസാണ്. അതൊരു ടേബിളിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു.
അതിനകത്ത് മാപ്പിംഗ്സ് ഉണ്ടാകും ഫ്രം ടെക്സ്ച്വൽ നെയിം ടു റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസസ്. അപ്പം ഇത് സെർവേഴ്സ് ഉപയോഗിക്കുന്നു ടു രജിസ്റ്റർ ദ റിമോട്ട് ഒബ്ജക്ട്സ് ബൈ നെയിം. ഇത് ക്ലയൻറ്റ്സ് ഉപയോഗിക്കുന്നു അതിനൊക്കെ സെർച്ച് ചെയ്യാൻ. ഉദാഹരണത്തിന് ജാവ ബൈൻഡർ RMA രജിസ്റ്റർ ചെയ്യുക. അടുത്ത സെർവർ ആൻഡ് ക്ലയൻറ്റ് പ്രോഗ്രാം. ഒരു ക്ലയൻറ്റ് പ്രോഗ്രാം, അതിനകത്ത് ഓരോ റിമോട്ട് ഒബ്ജക്ട്സിനും വേണ്ടിയിട്ടുള്ള കുറേ ക്ലാസ് ഓഫ് പ്രോക്സീസ് ഉണ്ട്. ഇതിനെ ഇൻവോക്ക് ചെയ്യുന്നു. ഇതിനെ നമുക്ക് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു ടു ലുക്ക് അപ്പ് റിമോട്ട് ഒബ്ജക്റ്റ് റിഫറൻസസിനെ. സെർവർ പ്രോഗ്രാം, ഇതിനകത്ത് ക്ലാസ്സുകളുണ്ട് ഫോർ ഡിസ്പാച്ചസ് ആൻഡ് സ്കെൽട്ടൺസ്. ഇത് ഒരുമിച്ച് ചേർന്ന് ക്ലാസ്സുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ഫോർ ഓൾ സെർവൻസ് സപ്പോർട്ട്സ്, ഇറ്റ് യൂസസ് ബൈൻഡേഴ്സ് ടു രജിസ്റ്റർ സെർവൻസ്. സെർവൻസിന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഇത് ബൈൻഡേഴ്സിനെ യൂസ് ചെയ്യുന്നു ഇവിടെ. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അതുപോലെ റിമോട്ട് ഇൻവോക്കേഷൻസ് എന്ന ടോപ്പിക്കിനാണ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നത്. ഒരു ഭയങ്കര ബ്രോഡ് വൈഡായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഏകദേശം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിമോട്ട് പ്രൊസീജിയർ കോളിനെ പറ്റിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.